ഇന്നലത്തെ ക്ലാസ്സിൽ സ്വാമിജി വർണ്ണങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നുവല്ലോ. വെള്ളനിറം സമഗ്രതയെ കുറിക്കുന്നതാണെന്ന് പ്രതിപാദിച്ചു കണ്ടു. ഇതിൻ്റെ വെളിച്ചത്തിൽ കൃഷ്ണവർമ്മം തമസ്സിനെ കുറിക്കുന്നതാണെന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. ചുവപ്പ് രജസ്സിനെ കുറിക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ വരുന്നതെല്ലാം അതിൻ്റെ മിശ്രിത രൂപങ്ങളാണെന്നാണ് പറയുന്നത്. പീതവർണ്ണം ലിംഗങ്ങളെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? കൃഷ്ണവർണ്ണം തമസ്, ചുവപ്പ് രജസ്, ഇങ്ങനെയാണ് 3 വർണ്ണങ്ങൾ. അതിൻ്റെ ഇടയിൽ വരുന്നതെല്ലാം അതിൻ്റെ മിശ്രിത രൂപങ്ങളും. ഭാരതീയ സംസ്കാരം സഹിഷ്ണുതയുടെ പര്യായമെങ്കിൽ അതിൻ്റെ ഐതിഹ്യങ്ങളിൽ, പുരാണങ്ങളിൽ, ബിംബങ്ങളിൽ കൂടി ഇത്രയധികം യുദ്ധങ്ങൾ കടന്നുകൂടിയത് എങ്ങനെയാണ്? എൻ്റെ അറിവിൽ ഭാരതീയ പുരാണങ്ങളിൽ കാണുന്ന യുദ്ധങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഭാരതീയ പുരാണങ്ങളിൽ കാണുന്ന യുദ്ധങ്ങളൊന്നും ഇന്ന് നാം വർണ്ണിക്കുന്ന രീതിയിലുള്ള യുദ്ധങ്ങളല്ലെന്ന് ആ പുസ്തകം വായിച്ചാൽ തന്നെ മനസ്സിലാവും. അവയൊക്കെ ഒരിക്കലും ആയുധങ്ങളെടുത്തുള്ള യുദ്ധം എന്നുള്ള നിലയിൽ ഇന്നത്തെ ആയുധങ്ങളുടെ പ്രയോഗമല്ല. അവയൊക്കെ വർണ്ണിച്ചു കഴിഞ്ഞാൽ സുദർശനം എന്ന് പറയുന്നത് നല്ല ദർശനമാണ്. അത് മാത്രം മതിയാവും ബാക്കിയുള്ളവ തെളിയിക്കാൻ. നല്ല ദർശനം ഏതാണ്? അറിവാണ്. മനസ്സിലായില്ല? അല്ലാതെ ലോകത്തിലെ ഏറ്റവും നല്ല ആയുധമാണത്. ജ്ഞാനമാകുന്ന വാള്, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രയോഗമുണ്ട്. പ്രണവോ ധനുഹു ശരവ്യൂഹാത്മാ ബ്രഹ്മതത് ലക്ഷ്യമുച്യതേ അപ്രമത്തേന വേദ്ധവ്യം ശരവത്തന്മയോ ഭവേത് എന്നാണ് അന്ന് ക്ഷാത്രവീര്യം പഠിപ്പിച്ചിരുന്നത്. ഇതൊക്കെ ശ്ലോകങ്ങൾ ഉപനിഷത്തുകളിൽ തന്നെ ഉള്ളതാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. ആ നിലയിൽ അവിടെ ഇത്തരം യുദ്ധങ്ങളുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ഇനി ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും ഒക്കെയാണ് പറയുന്നതെങ്കിൽ ആ യുദ്ധത്തെ നിന്ദിച്ചിരിക്കുകയാണ്. അവിടെ ഇത് പറയാം, ലൗകിക യുദ്ധമാണെന്ന്, സംശയം വേണ്ട. പക്ഷെ അവയെ നിന്ദിച്ചിരിക്കുകയാണ്. ആ യുദ്ധത്തെ ഒരിക്കലും അനുകൂലിച്ചിരിക്കുകയല്ല. യുദ്ധാനന്തരമുള്ള സംഭവങ്ങളും ഗീതയും അതിന് തെളിവാണ്. ഗീത നല്ലപോലെ പഠിച്ചാൽ അത് യുദ്ധത്തിനല്ലെന്ന് ബോധ്യമാവും. യുദ്ധാനന്തരം പാണ്ഡവന്മാരനുഭവിച്ച ക്ലേശങ്ങൾ യുദ്ധം ചെയ്യരുതെന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യും. ഇത്രയാണ് അതിനുള്ള മറുപടി. മതപരിവർത്തനം ഒരാളിൻ്റെ അനുമതിയില്ലാതെ സംഘടിതമായി ചെയ്യുന്ന എല്ലാ മതപരിവർത്തനവും അവൻ്റെ മനസ്സുമാറ്റവും തെറ്റാണെന്ന് തന്നെയാണ് സംശയലേശമന്യേ അഭിപ്രായം. ഒരാളിന് സമ്മതമില്ലാതെ അവനെ ഏത് മതത്തിലേക്ക് മാറ്റുന്നതും തെറ്റാണെന്ന് തന്നെയാണ് അഭിപ്രായം. പരോക്ഷമായി പ്രലോഭനം കൊണ്ടുള്ളതാണെങ്കിൽ മാറ്റുന്നവരെക്കാൾ നാമും ഭാഗഭാക്കുകളാണ്. ഒന്ന്, പ്രലോഭനത്തെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാത്തതിൻ്റെ തെറ്റ് നമുക്കുണ്ട്. 2, വ്യവസ്ഥിതി അവരെ ജീവിക്കാൻ വേണ്ടത്ര കൊടുത്തിരുന്നുവെങ്കിൽ മറ്റൊരാൾ വന്ന് പ്രലോഭിപ്പിക്കുമായിരുന്നില്ല. ഈ 2 കാര്യങ്ങളപ്പോൾ പരിഗണിക്കേണ്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അടുക്കൽ ഒരാൾ എനിക്കറിവുണ്ടായിരിക്കെ തെറ്റാണ് മറ്റൊരാൾ ചെയ്യുന്നതെന്ന് വിചാരിക്കെ, എനിക്ക് കഞ്ഞി കുടിക്കാൻ വകയുണ്ടായിരിക്കെ അപ്പുറത്ത് അതില്ലാത്തൊരുത്തനെ പ്രലോഭിപ്പിക്കാൻ എത്തുമ്പോൾ ആ പ്രലോഭിപ്പിക്കാൻ വരുന്നവനോടുള്ള ശത്രുതയേക്കാൾ എൻ്റെ സ്നേഹവും എൻ്റെ ആദരവും എൻ്റെ സഹായഹസ്തങ്ങളും ഇവന് ലഭിച്ചാൽ അതിനേക്കാൾ നല്ലൊരു പ്രലോഭനമല്ലാത്ത ധർമ്മമായി മാറുമെങ്കിൽ, അവൻ പോയില്ലെങ്കിൽ അവനെ പ്രലോഭിപ്പിച്ചിട്ടെങ്കിലും അവന് കഞ്ഞി കുടിക്കാനാകുമെങ്കിൽ, പ്രലോഭനമോ മറ്റു കാര്യങ്ങളോ ചെയ്യാത്ത എൻ്റെ ധർമ്മത്തേക്കാൾ ആ പ്രലോഭനം ചിലപ്പോൾ ധർമ്മമായിത്തീരും. അതുകൊണ്ട് മാറ്റുന്നവൻ്റെ തെറ്റുപോലെ തന്നെ ഒരു തെറ്റ് കേൾക്കുമ്പോൾ തന്നെ എനിക്കുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എത്രത്തോളം എനിക്കതിനെ സഹായിക്കാൻ കഴിയും എന്നെനിക്കിന്ന് അറിയില്ലെങ്കിലും എൻ്റെ അന്ധഃകരണം പറയുന്നു, അങ്ങനൊരു സമൂഹമുണ്ടെങ്കിൽ അവർ വിഷമിക്കുമ്പോൾ, വേദനിക്കുമ്പോൾ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്നേഹമുള്ള വാക്കും എന്നെപ്പോലെയാണ് നീ എന്നുള്ള അംഗീകാരവും നീ എന്നെക്കാൾ നീചനാണ്, താഴെയാണ് എന്നുള്ള ബോധമെങ്കിലും വരുത്താതിരിക്കുന്നൊരവസ്ഥയും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവൻ പ്രലോഭനത്തിൽ വീണു പോവുക എന്ന ശങ്ക എന്നെ അലട്ടുമ്പോൾ എനിക്ക് തോന്നുക, പ്രലോഭിപ്പിക്കുന്നവൻ്റെ പ്രലോഭനത്തിന് വീഴുന്നവനും അത് കണ്ടു നിൽക്കുന്നവനും
അത് പറഞ്ഞു കഴിയുമ്പോൾ കേൾക്കുന്ന ഞാനും ആ വ്യവസ്ഥിതി നിലനിൽക്കുന്ന സമൂഹവും അതിൻ്റെ ഭരണകർത്താക്കളും എല്ലാം ഇതിൽ ഭാഗഭാക്കാണെന്ന് വിചാരിക്കുന്നു. മാത്രവുമല്ല, എന്തേ പ്രലോഭനം കിട്ടി അവൻ സമ്പത്തുണ്ടാക്കി വളർന്നു കഴിഞ്ഞ് തിരിച്ചു വരാത്തത് എന്ന ചോദ്യവും നമുക്ക് ബാക്കി നിൽക്കുന്നു. ഞാനൊരാളുടെ പ്രലോഭനം കൊണ്ട് എൻ്റെ ദാരിദ്ര്യം പോകാൻ, എൻ്റെ ഇന്നത്തെ നിലമാറിയൊരു തൊഴിൽ കിട്ടാൻ, എനിക്കൊരാൾ തൊഴിൽ തരികയാണ്, ഞാൻ പോവുകയാണ്, ആ തൊഴിലിന് വേണ്ടി പോയി, മറ്റൊരു സമ്പത്തുണ്ടാകാൻ പോയി, അങ്ങനെ പ്രലോഭനത്തിൽപ്പെട്ട് ഞാൻ പോയി. ഇന്നത്തെ ഇന്ത്യയിൽ അങ്ങനെ പോകുന്ന ഒരുത്തൻ അതെല്ലാം നേടി കുറച്ച് വളർന്ന് 10 കൊല്ലം കഴിഞ്ഞ് അവനോ അവൻ്റെ കുടുംബമോ ഒന്നിച്ചെന്തേ തിരിച്ചു വരുന്നില്ല? രാഷ്ട്രീയം എങ്ങനെ സഹായിച്ചാലും അങ്ങോട്ട് പോകുന്ന ഒരുത്തന് പോകാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അതുപോലെ ഇങ്ങോട്ട് വന്നുകൂടെ? അതിന് രാഷ്ട്രീയക്കാരൊക്കെ തടസ്സം നിൽക്കുന്നുണ്ടോ ഇങ്ങോട്ട് വരുന്നതിന്, തിരിച്ചു വരുന്നതിന്? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത്രയും സത്യസന്ധരായ അവരെ പോകുന്നതിന് മുമ്പ് സഹായിക്കാൻ നമുക്കൊരു ബാധ്യതയില്ലേ? അത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ അക്കൗണ്ടഡായി തന്നെ 100-ലധികം ഹിന്ദുക്കളുണ്ട്. ലോക കോടീശ്വരന്മാരുടെ 100ാമത്തെ പട്ടികയ്ക്ക് മുമ്പിൽ, പട്ടികയ്ക്ക് ആ തലങ്ങളിൽ 100ഓളം ഇന്ത്യൻ കോടീശ്വരന്മാർ ഹിന്ദുക്കളുണ്ട്. എന്ന് പറഞ്ഞാൽ ലോക കോടീശ്വരന്മാരിൽ ഒന്നാമത് അവരുണ്ടെന്നാണ് അതിനർത്ഥം. കാരണം ഇന്ത്യയിൽ മാത്രമാണ് അത്രയേറെ അൺഅക്കൗണ്ടഡ് മണിയുള്ളത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യക്കാർ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ടാക്സ് കൊടുത്താൽ ഇൻഷുറൻസ് ഉണ്ട് വലുതായി. അവൻ്റെ ചികിത്സ മുഴുവൻ നോക്കുന്നത് ഇൻഷുറൻസ് വഴിയാണ്. ഇന്ത്യയിൽ ടാക്സ് കൊടുത്താൽ അതിനുള്ള ഗുണങ്ങളില്ലാത്തതുകൊണ്ട് ഇന്ത്യക്കാർ ടാക്സ് വെട്ടിക്കുന്നവരാണ്. അപൂർവം ചിലർ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ മാത്രം ഒരു പാൻ കാർഡും കുറച്ച് അക്കൗണ്ട് ഉണ്ടെന്ന് കാണിക്കലും ഒഴിച്ചാൽ വലിയ കോടീശ്വരന്മാർ പോലും, നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളവർ, നിങ്ങളുടെ ഇടയിൽ പോലും കോടീശ്വരന്മാരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ചിലർക്കത് 5 ഏക്കർ സ്ഥലമായിരിക്കും, 2 NH കൂടെ കൂടുന്ന കൊച്ചിയിൽ. അതൊക്കെ കോടിക്കണക്കിൻ്റെ ആസ്തിയാണപ്പോൾ. അങ്ങനെ ഒരുപാട് ആസ്തിയുള്ളവരാണ്, അതൊരുപക്ഷെ തിരിച്ചറിയാത്തവരുമാണ് ചിലരെങ്കിലും എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഒരു നേരത്തെ കഞ്ഞി ദാനം ചെയ്യാൻ കഴിവുള്ളവരാണ് ഇപ്പം എന്നെ കേൾക്കുന്നവരെല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പൂരത്തിനും വെടിക്കെട്ടിനും ഒക്കെ ധാരാളം ചെലവാക്കുന്നവരുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കയ്യിൽ ചക്രമില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 25 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ന് ഞാൻ കാണുന്ന ക്രിസ്തുമതം ഹിന്ദുക്കളുടെ പറമ്പുകളിൽ പാട്ടത്തിന് കപ്പയിട്ടവരാണ്, തൊടുപുഴയുമൊക്കെ. ഉണങ്ങി 1/3, പച്ചയ്ക്ക് പകുതിയും. അങ്ങനെ തന്നെ ഞാനും പറഞ്ഞേ, തൊടുപുഴയിലെ കണക്ക് തന്നെ ഞാൻ പറഞ്ഞേ. ഉണങ്ങി 1/3, പച്ചയ്ക്ക് പകുതിയുമായി പാട്ടത്തിന് കപ്പയിട്ടവരുടേതാണ് ഇന്ന് ഈ സ്ഥലമെല്ലാം. അന്നുപോലും അങ്ങനെയുള്ളൊരു സഹായം നമ്മൾ ചെയ്ത ശീലം ശരിക്കുണ്ടായിരുന്നില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നും
സാമാന്യം ഭേദപ്പെട്ട നിലയുണ്ടെങ്കിലും തൊഴിലില്ലാത്തൊരുത്തിന് തൊഴിൽ കൊടുക്കാനോ ഒരുത്തനെ സഹായിക്കാനോ ഒക്കെ നമ്മൾ വന്നിട്ടില്ല. അപ്പോൾ അത്രയൊക്കെ നമ്മളെക്കുറിച്ച് നമ്മൾ കരുതാവൂ. ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവും. അത് നല്ലത്, അത് അവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തതാണ്. അത് നല്ലത്, നമ്മൾ കൊണ്ട് കൊടുത്തതല്ല. പോവുകയില്ല. ഞാനത് തന്നെയാണല്ലോ പറഞ്ഞത്. ഞാനതാണല്ലോ ആദ്യം പറഞ്ഞത്. അതിലനേക ഘടകങ്ങളില്ലേ, അവരെ നമ്മൾ അംഗീകരിക്കാറുണ്ടോ, സഹായിക്കാറുണ്ടോ? ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മാറുമ്പോൾ ഒരു ഒച്ചയും ബഹളമൊക്കെ നമ്മൾ വയ്ക്കുമെന്നല്ലാതെ എന്നെനിക്ക് തോന്നുന്നു. അത് ചെയ്യുന്നത് ശരിയാണ് എന്നൊട്ടും എനിക്ക് അഭിപ്രായമില്ല. അതേസമയം തെറ്റവിടെ മാത്രമാണ് എന്ന് തോന്നില്ല, തെറ്റ് നമ്മുടെയും കൂടിയാണെന്ന് തോന്നുന്നു. അത് എത്രയും വേഗം തിരുത്തേണ്ടതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ആ ഭാഗം നിർത്താം. ചോദ്യങ്ങളെ രണ്ടും പൂർണ്ണമായ വേദാന്ത ചിന്തയുടെ ഗ്രന്ഥങ്ങളാണ്. അദ്വൈത അനുഭൂതിയാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം. അവിടെ ഏകമായ ബ്രഹ്മത്തിൽ സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ എന്ന് പറയുമ്പോൾ ഏകാന്ത ആത്മബോധത്തിൻ്റെ, ഭക്തിയുടെ, ഏകാന്തമായ ബ്രഹ്മബോധത്തിൻ്റെ ചിന്തയാണ് ഗീതയുടെ വിഷയം. അതുതന്നെയാണ് അഷ്ടാവക്ര എഴുതിയുടെയും വിഷയം. പിന്നെ ഗീത പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ പറയും ഇതിനപ്പുറത്തൊരു പുസ്തകമില്ല. അഷ്ടാവക്ര ഗീത പഠിപ്പിക്കുമ്പോൾ പറയും ഇതാണ് സർവോത്തമം എന്ന് പറയും. അത് നിങ്ങൾ പഠിക്കാനുള്ളൊരു പ്രോത്സാഹനം എന്നെടുത്താൽ മതി. ഉണ്ട്. ക്രിസ്തുമതത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ 13-ാം നൂറ്റാണ്ടിലെ ഒരു കോൺക്ലേവ് വരെ പുനർജന്മം അംഗീകരിച്ചിരുന്നു. മാത്രവുമല്ല, പഴയ നിയമത്തിലെ സ്നാപക യോഹന്നാൻ അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ, സലോമിയുടെ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം കുറേ പേരെ കേസറിയയിലേക്ക് അയക്കുന്നുണ്ട്. ക്രിസ്തു ഇദ്ദേഹം തന്നെയാണോ എന്നറിയാൻ, വരുമെന്ന് പറഞ്ഞിരുന്ന ക്രിസ്തു ഇദ്ദേഹം തന്നെയാണോ എന്നറിയാൻ കേസറിയയിലേക്ക് അയക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ക്രിസ്തു പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വന്നവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് കാണാൻ വന്നു? കാറ്റത്താടുന്ന ഞാങ്ങണയോ? നിങ്ങളെ അയച്ചവനോട് ചെന്ന് പറയുവിൻ, ഏലിയാനിവയുടെ ആത്മാവോടും ശക്തിയോടും കൂടി ഏലീശയിൽ ജനിച്ചവനാണ് അവനെന്ന് ഓർമ്മിപ്പിക്കുവിൻ. ഏലിയാനിവിയ പഴയ നിയമത്തിലെ പുരോഹിതനാണ്, ദിവ്യനാണ്. പുതിയ നിയമത്തിൻ്റെ കാലത്ത് ഏലീശയിൽ ജനിച്ചതാണ് സ്നാപകൻ. ഇതിൻ്റെ അർത്ഥം എന്താണ്? പുനർജന്മമുണ്ടെന്നല്ലേ? മരിച്ചു കഴിഞ്ഞ ലാസറിനെ ക്രിസ്തു തന്നെ എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ആ ശരീരത്തിലേക്ക് പുനർജന്മമല്ലേ? മരണം അന്തിമമാണെങ്കിൽ ലാസർ എങ്ങനെയാണ് എഴുന്നേൽക്കുന്നത്? മനസ്സിലായില്ല. ഇങ്ങനെ ഉദാഹരണങ്ങളും അവയിലുണ്ട്. എന്നാൽ 13-ാം നൂറ്റാണ്ടിലെ ഒരു കോൺക്ലേവിൽ വെച്ചാണ് മതം ചർച്ച ചെയ്ത് പുനർജന്മം അംഗീകരിക്കത്തക്കതല്ലെന്ന് തീരുമാനിച്ചത്. ഇനിയൊരു കോൺക്ലേവിൽ തിരിച്ച് തീരുമാനിച്ചു കൂടായികയൊന്നുമില്ല. കാരണം പണ്ടുകാലത്ത് നിങ്ങളുടെ ക്ഷേത്രങ്ങളിലൊന്നും ഹിന്ദുക്കളിലെ താഴ്ന്നവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. 37 വിളംബരത്തിൽ കയറാറായി.
അപ്പം നേരത്തെ മുതൽ ഒടേതമ്പുരാൻ ഉണ്ടാക്കിയ നിയമമായിരുന്നെങ്കിൽ കയറാൻ പറ്റില്ലല്ലോ, കയറി. ഇനിയിപ്പോൾ ഒരെണ്ണത്തിൻ്റെ തർക്കം നടക്കുന്നു, സ്ത്രീകൾ കയറണോ വേണ്ടയോ എന്ന്. മനസ്സിലായില്ല. ഒരു നിയമം പാസാക്കിയാൽ പിറ്റേ ദിവസം മുതൽ കയറും. അത് കഴിയുമ്പോൾ സ്ത്രീകൾ കയറേണ്ടതായിരുന്നു എന്നാണ് ഞങ്ങളും പണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞ് പഴയ കാര്യം പൊക്കിപ്പിടിച്ച് അതിന് അനുകൂലമായി പിന്നെ കുറേ ആളുകൾ വരും. ഇതൊക്കെ എത്രയേ ഉള്ളൂ. മതം അന്നുള്ള സൗകര്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ചിന്താധാരകളെ മാറ്റും. മതത്തിൻ്റെ ചിന്താധാരയ്ക്ക് ഒരിക്കലും സ്ഥായീഭാവമില്ല അതിൻ്റെ നിയമങ്ങളിൽ. ഇന്ന് നാം കാണിക്കുന്ന ആചാരങ്ങളിൽ പലതും ക്ഷേത്രാചാരങ്ങൾ, ക്ഷേത്ര കലകൾ ഇവയൊക്കെ വെച്ച് നോക്കിയാൽ ഇന്ന് പലപ്പോഴും പല കലാകാരന്മാരും ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് കാണിക്കുന്ന കലയൊന്നും ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട ഒന്നും അല്ലെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. ശരിയല്ല? അതൊക്കെ അപ്പം പഴയ നിയമമൊക്കെ മാറിപ്പോയില്ലേ? കൂത്തും കൂടിയാട്ടവും മറ്റുള്ളതുമൊക്കെ മാറിയിട്ട് മിമിക്രിയും മിമിക്സ് പരേഡും ബാലയും നാടകവും ഭഗവാൻ കാലുമാറുന്നു എന്ന നാടകം വരെ എത്തുന്നു. അപ്പോൾ അതിനെയൊക്കെ ശ്ലാഘിക്കുവാൻ കമ്മിറ്റികൾ തയ്യാറായെങ്കിൽ നാളെ ഇതുമൊക്കെ മാറ്റാവുന്നതാണ്. അതുകൊണ്ട് അതിനൊന്നും സ്ഥായീഭാവമുണ്ടെന്ന് തോന്നുന്നില്ല. ഹരിയോ.